സ്വാഗതം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ നമ്മൾ OAW പ്രക്രിയയിലൂടെ ഫ്ലാറ്റ് പൊസിഷനിൽ 2 mm കട്ടിയുള്ള MS ഷീറ്റിൽ ടീ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കും. ഉദ്ദേശ്യം: ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും. ടാക്ക് വെൽഡിങ്ങും വെൽഡിംഗ് പ്രോസസ്സിനും വേണ്ടി അനുയോജ്യമായ ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കാൻ, ഫ്ലാറ്റ് പൊസിഷനിൽ ടീ ജോയിന്റിനുള്ള പ്ലേറ്റുകൾ തയ്യാറാക്കി സെറ്റ് ചെയ്യാൻ, ടാക്ക് വെൽഡ്. ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ്മെന്റ്സ് പരിശോധിക്കാൻ. ഇപ്പോൾ നമുക്ക് OAW പ്രക്രിയയിലൂടെ ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 2 mm കനമുള്ള MS ഷീറ്റിൽ ടീ ജോയിന്റിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, നോസിൽ, ബോൾ പിൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഫില്ലർ റോഡ്, ഓക്സിജൻ ആൻഡ് അസറ്റൈലിൻ സിലിണ്ടറും വെൽഡിംഗ് ടോർച്ചും, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റുകൾ. ഇപ്പോൾ നമുക്ക് OAW പ്രക്രിയയിലൂടെ ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 2 mm കനമുള്ള MS ഷീറ്റിൽ ടീ ജോയിന്റിന് വേണ്ടിയുള്ള പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. സുരക്ഷാ ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുക. 2 mm കനമുള്ള 2 MS പ്ലേറ്റുകൾ മുറിച്ചെടുക്കുക. $150 mm നീളവും 50 mm വീതിയും. സ്ക്വയറായി എഡ്ജുകൾ ഗ്രൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഫയൽ ചെയ്യുക. ജോയിന്റിംഗ് എഡ്ജുകൾ നന്നായി ക്ലീൻ ആണെന്ന് ഉറപ്പാക്കണം. കഷ്ണങ്ങൾ ടീ ജോയിന്റായി വെൽഡിംഗ് ടേബിളിൽ പ്ലേസ് ചെയ്യുക. സപ്പോർട്ട് ഉപയോഗിച്ച് കഷ്ണങ്ങൾ പൊസിഷനിൽ പിടിപ്പിക്കുക. ജോയിന്റിന് വിടവ് വരാത്ത രീതിയിൽ ലംബമായ കഷ്ണത്തെ ഹൊറിസോണ്ടൽ പീസിന് പെർപെൻഡിക്കുലർ ആണെന്ന് ഉറപ്പാക്കുക. ഫ്ലാറ്റ് പൊസിഷനിൽ വെൽഡഡ് പീസുകളെ ടാക്ക് ചെയ്ത് സജ്ജമാക്കുക. ഗ്യാസ് വെൽഡിംഗ് പ്ലാന്റ് സെറ്റ് ചെയ്യുക. നോസിൽ നമ്പർ 5 ഫിക്സ് ചെയ്യുക. ഓക്സിജൻ പ്രഷർ 0.5 മുതൽ 1.41 kg/square ആയും അസറ്റിലിൻ 0.8 മുതൽ 0.15 kg/square ആയും അഡ്ജസ്റ്റ് ചെയ്യുക. ടാക്കിങ്ങിനും വെൽഡിങ്ങിനുമായി 1.6 mm CCM ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക.
പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷൻസ് നമ്മൾ കണ്ടു. ഇപ്പോൾ നമുക്ക് OAW പ്രക്രിയയിലൂടെ ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 2 mm കനമുള്ള MS ഷീറ്റിൽ T ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് നോക്കാം. ടാക്ക് വെൽഡ് ഫ്യൂസ് ചെയ്ത് ജോയിന്റിന്റെ വലത്തെ അറ്റത്തു നിന്നും വെൽഡിംഗ് തുടങ്ങുക. പേരന്റ് മെറ്റലിനെ ഒരു മോൾട്ടൺ പൂളായി രൂപപ്പെടുത്തുക. ബ്ലോ പൈപ്പ് 60 മുതൽ 70 ഡിഗ്രി ആംഗിളിൽ ഇടത്തെ ഡയറക്ഷനിൽ നിർത്തുകയും ഫില്ലർ റോഡിനെ 30 മുതൽ 40 ഡിഗ്രി ആംഗിളിൽ വെൽഡ് ലൈനിലോട്ട് നിർത്തുകയും ചെയ്യുക. റൂട്ട് പെനട്രേഷൻ ഉറപ്പാക്കാൻ ജോയിന്റിന്റെ 2 സർഫസുകൾ തമ്മിൽ 45 ഡിഗ്രിയിൽ ബ്ലോ പൈപ്പും ഫില്ലർ റോഡ് പിടിക്കുക. 2 കഷ്ണങ്ങളും യൂണിഫോം ആയാണോ ഉരുകുന്നതെന്നറിയാൻ മോൾട്ടൺ മെറ്റലിനെ അടുത്ത് നിരീക്ഷിക്കുക. കഷ്ണങ്ങൾ ഒരുപോലെയല്ല ഉരുകുന്നതെങ്കിൽ ബ്ലോ പൈപ്പിന്റെ ആംഗിൾ ഒന്ന് മാറ്റുക. മോൾട്ടൺ പൂൾ രൂപം കൊണ്ട് കഴിയുമ്പോൾ മോൾട്ടൺ പൂളിന്റെ മധ്യഭാഗത്ത് ഫില്ലർ റോഡ് ആഡ് ചെയ്യുക. ബ്ലോ പൈപ്പിന് നേരിയ തോതിൽ സൈഡ് ടു സൈഡ് മൂവ്മെന്റും ഫില്ലർ റോഡിന് പിസ്റ്റന്റെ പോലുള്ള ചലനവും നൽകുക. റൂട്ടിന്റെയും 2 ഷീറ്റുകളുടെയും പെനട്രേഷൻ ഉറപ്പാക്കാൻ ഫില്ലർ റോഡിന്റെയും ബ്ലോ പൈപ്പിന്റെയും സഞ്ചാര വേഗത ക്രമീകരിക്കുകയും തുല്യ ലെഗ് ലെങ്ത് ഉള്ള ഒരു ഫില്ലറ്റ് വെൽഡ് നിർമ്മിക്കുകയും ചെയ്യുക. വെൽഡിന്റെ അറ്റത്തുള്ള ക്രേറ്റർ നിറച്ച ശേഷം ജോയിന്റിന്റെ ഇടതുവശത്തെ അറ്റത്ത് വെൽഡ് നിർത്തുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. നോസിൽ തണുപ്പിക്കുക. ബ്ലോ പൈപ്പിനെ അതിന്റെ സ്ഥാനത്ത് പ്ലേസ് ചെയ്യുക. ഫില്ലറ്റ് വെൽഡിലെ ഡിഫക്ട്സ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് OAW പ്രക്രിയയിലൂടെ ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു 2 mm കട്ടിയുള്ള MS ഷീറ്റിൽ T ജോയിന്റ് ചെയ്യുമ്പോൾ പാലിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളെ കുറിച്ച് നോക്കാം. ഗ്യാസ് വെൽഡിംഗ് ഗോഗിൾസും സുരക്ഷാ ഉപകരണങ്ങളും ധരിക്കുക. ബീഡിന് യൂണിഫോം സൈസും ഷേപ്പും ഉറപ്പുവരുത്തുക. ക്രാക്ക്, lack of fusion, uneven ripples, lack of penetration. Recap. ഈ വിഷയത്തിൽ ഇതുവരെ നിങ്ങൾ പഠിച്ചത് ടാക്ക് വെൽഡിങ്ങിനും വെൽഡിംഗ് പ്രോസസ്സിനുമുള്ള അനുയോജ്യമായ ഫില്ലർ റോഡ് തിരഞ്ഞെടുക്കുക, ഫ്ലാറ്റ് പൊസിഷനിൽ T ജോയിന്റിന് വേണ്ട ഷീറ്റ്സ് തയ്യാറാക്കി സെറ്റ് ചെയ്യുക, ടാക്ക് വെൽഡ് ഡിഫക്ട്സുകൾ ഉണ്ടോ എന്ന് അറിയാൻ വെൽമെൻസ് പരിശോധിക്കുക.